വയനാട് നൂൽപ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചു. നൂൽപ്പുഴ കാപ്പാട് മനു ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് തിരികെ വരുമ്പോഴാണ് ആക്രമണമുണ്ടായത്. അനൂപ് വയനാട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അനൂപ്, ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടന്നത് എന്ന് മനസ്സിലാകുന്നു. എന്താണ് സംഭവിച്ചത്? ഇത്തരമൊരു ആക്രമണം ഇന്നലെ വൈകിട്ടും ഇതേ സമാനമായ ഒരു സംഭവം ഇടുക്കിയിലും അരങ്ങേറിയിട്ടുണ്ട്. വേദനാജനകമായ സംഭവങ്ങളാണ്. വിവരങ്ങൾ. നേരത്തെ തന്നെ വന്യമൃഗശല്യം രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു പ്രദേശത്താണ് വീണ്ടും ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. ദേശീയപാത 766 സമീപത്തുള്ള വയനാട് വന്യജീവി സങ്കേതം, ബന്ദിപ്പൂർ ടൈഗർ റിസർവിനും അതോടൊപ്പം വയനാട് വന്യജീവി സങ്കേതത്തിന്റെയും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ, സംസ്ഥാന അതിർത്തിയിലാണ് നൂൽപ്പുഴ കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്തെ ഉന്നതിയിൽ ഒരു 45 വയസ്സുള്ള മനു ഈ വിധത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിനിരയായത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരികെ വരുമ്പോഴാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് ആ പ്രദേശത്തുകാർ ഇപ്പോൾ പറയുന്നത്. ഈ സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് ഇവരുടെ സ്ഥലത്തേക്ക് എത്താൻ ഒരു വനമേഖലയിലൂടെ വേണം കടന്നു പോകാൻ. വനാന്തര ഗ്രാമങ്ങളിലുള്ള ഒരു പ്രദേശമാണ് ഈ നൂൽപ്പുഴ എന്ന് പറയുന്നത്. വനാന്തരത്തിൽ ഇത്തരത്തിൽ ഒട്ടേറെ ഉന്നതികൾ അവിടെയുണ്ട്. ആ പ്രദേശങ്ങളിൽ നേരത്തെയും ഇതുപോലുള്ള വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യജീവൻ ഉൾപ്പെടെ നഷ്ടമാവുകയും കൃഷിസ്ഥലങ്ങൾ നശിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന വിവിധ സംഭവങ്ങൾ ആ പ്രദേശങ്ങളിൽ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഏതായാലും അവിടെയാണ് ഇപ്പോൾ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് ആനയുടെ ആക്രമണമാണ്. നേരത്തെ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വന്യമൃഗ ആക്രമണം ഭാസ്കരൻ എന്ന് പറയുന്ന ഒരു ആദിവാസി മധ്യവയസ്കനെ കടുവ ആക്രമിച്ചു കൊന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ്. അതും ഈ പ്രദേശത്തിന് തൊട്ട് സമീപത്താണ്. ഏതായാലും ഈ പ്രദേശത്ത് തന്നെ നേരത്തെയും ഇപ്പോൾ ഈ കാപ്പാട് ഉന്നതിയിൽ തന്നെ നേരത്തെയും ഒരു യുവാവിനെ ഈ വിധത്തിൽ കാട്ടാൻ ആക്രമിച്ചിരുന്നു. ഭാഗ്യം കൊണ്ടാണ് ആ സമയത്ത് അദ്ദേഹം രക്ഷപ്പെട്ടത്. ദീർഘകാലം ചികിത്സയിലും മറ്റുമായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഈ ഉന്നതിക്ക് തൊട്ട് സമീപത്തുള്ള ഈ വനാന്തരത്തിലുള്ള വയൽ മേഖലയിലാണ്. അവിടെ ഒരു ചതുപ്പിൽ ആണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. വൈകിട്ടോടുകൂടി തന്നെ മരണം സംഭവിച്ചിട്ടുണ്ടാവാം എന്നാണ്. അനൂപ്, വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കാലങ്ങളിൽ തുടർച്ചയായിട്ടുള്ള കാട്ടാന ആക്രമണങ്ങളിൽ ആളുകൾ മരിക്കുന്ന സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ മനുവിന്റെ മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ? പ്രദേശത്തെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? ആളുകളൊക്കെ, നാട്ടുകാരൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി വേണം. ഒപ്പം വനം വകുപ്പിന്റെ പ്രതികരണം ഇതിലെങ്ങനെ? വനംവകുപ്പ് കാട്ടാനയുടെ ആക്രമണമാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും എല്ലാം ഈ പ്രദേശത്ത് ഇപ്പോഴുണ്ട്. ആ പ്രദേശത്തേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മൃതദേഹം ആ പ്രദേശത്ത് നിന്ന് മാറ്റുക. എന്നാൽ ആ മേഖലയിൽ വന്യമൃഗാക്രമണം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യമുണ്ട്. അതിന് ശാശ്വത പരിഹാരം കാണുന്നില്ല എന്നെല്ലാമുള്ള ഒരു ആരോപണം പൊതുവിൽ ആ സ്ഥലത്തുണ്ട്. ആ വിധത്തിൽ അവിടെയുള്ള പ്രതിഷേധവും ആ വിധത്തിൽ ഉണ്ട്. ഏതായാലും അവിടെ നിന്ന് മൃതദേഹം മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടികളായിരിക്കും സ്വാഭാവികമായി സ്വീകരിക്കുക. അതിനു മുമ്പ് വനംവകുപ്പിന് അതുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കുക. സ്വാഭാവികമായും പ്രദേശത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ അവിടേക്ക് എത്തേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പോലീസ് പൂർത്തീകരിക്കുക. ഏതായാലും ആ വിധത്തിൽ വലിയ വന്യമൃഗാക്രമണം കഴിഞ്ഞ ദിവസം പോലും മേപ്പാടിയിൽ ഒരു സ്ത്രീക്ക് നേരെ വന്യമൃഗ ആക്രമണം ഉണ്ടായിരുന്നു. കാട്ടാനയുടെ തന്നെ ആക്രമണം ഉണ്ടായിരുന്നു. നൂൽപ്പുഴയിൽ പതിവായി ഈ ദേശീയപാതയിൽ ഉൾപ്പെടെ ഇറങ്ങി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി കാട്ടാനകൾ വാഹനങ്ങളും മറ്റും തടയുകയും ആളുകളെ ആക്രമിക്കാൻ ആയുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം പോലും വാഹനങ്ങൾ തടഞ്ഞ് കാട്ടാനകൾ ദേശീയപാതയിൽ ഇറങ്ങി വാഹനങ്ങളിൽ നിന്ന് സാധനങ്ങൾ എടുത്തു മാറ്റുകയും മറ്റും ചെയ്യുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. ഏതായാലും ആ വിധത്തിൽ വലിയ രീതിയിൽ പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ വന്യമൃഗ ശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം വയനാട്ടിലുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു ആക്രമണവും അതേ തുടർന്നുള്ള ഒരു മരണവും സംഭവിച്ചിരിക്കുന്നത്. സംസ്ഥാന അതിർത്തി മേഖലയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിനും വയനാട് വന്യജീവി സങ്കേതവും അതിർത്തി പങ്കിടുന്ന മേഖലയിലാണ് ഈ വനാന്തര ആദിവാസി ഗ്രാമങ്ങൾ ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ കാപ്പാട് ഉന്നതിയിലെ 45 വയസ്സുള്ള മനു കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയായത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക.
ശരി, വയനാട് നൂൽപ്പുഴയിലാണ് ഈ സംഭവം. ഇന്നലെ വൈകുന്നേരം കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. നൂൽപ്പുഴ കാപ്പാട് മനു ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയി തിരികെ വീട്ടിലേക്ക് വരുമ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇനി നടക്കേണ്ടിയിരിക്കുന്നു. അനൂപാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.